റജബുൻ ശഹറുല്ലാഹ് വശഅബാനു ശഹരി വറമളാനു ശഹറു ഉമ്മത്തി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബാ റജബുൻ ശഹറുല്ലാഹ്, പവിത്രമായ റജബ് മാസം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതാകുന്ന മാസമാണ്. വളരെ പവിത്രമായ മാസമാണ്. ജാഹിലിയ കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കിയിരുന്ന മാസമാണ് പവിത്രമായ റജബ് മാസം എന്ന് അറിയണേ. ആ പവിത്രമായ റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. പവിത്രമായ ശഅബാൻ മാസം അത് എന്റെ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വറമളാനു ശഹ്റു ഉമ്മത്തി, പവിത്രമായ റമളാൻ മാസം എന്റെ സമുദായത്തിന്റെ മാസമാണെന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ റമളാനിനെ വരവേറ്റുകൊണ്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു മാസമാണ്. അതുകൊണ്ടാണ് ഈ മാസം വന്നാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിത ശൈലിയായിരുന്നു പ്രാർത്ഥന. എന്താ ദുആ രക്കുക? ബറക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ രക്കുക. ഏറ്റവും ബറക്കത്ത് മുറ്റിയതാകുന്ന ദിവസങ്ങളായതുകൊണ്ട് തന്നെയാണ് ബറക്കത്ത് ചോദിക്കുന്നത്. മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ പരിശുദ്ധമായ റജബ് മാസം വന്നാൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല. കള്ളുകുടി ഒഴിവാക്കണം, എല്ലാ അശ്ലീലതകളും ഒഴിവാക്കണം, പരിശുദ്ധമായ ദീനിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കണം, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, നിർബന്ധമാണ്. നന്മ ചെയ്യുകയും വേണം. കാരണം നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ്. തിന്മ ചെയ്താലോ അതേപോലെ ഇരട്ടി ശിക്ഷയും ലഭിക്കും. കാരണം നല്ല മാസത്തെ നീ ഗൗനിക്കാത്തതിന്റെ പേരിൽ മറ്റു മാസങ്ങളെ പോലെയല്ല, ഇരട്ടി ശിക്ഷ കിട്ടും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ മാസം വന്നാൽ പിന്നെ വേണ്ടത് ബറക്കത്ത് ചോദിക്കല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാൽ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖല റജബ്, പരിശുദ്ധമായ റജബ് മാസം സമാഗതമായാൽ, റജബിന്റെ പിറകണ്ടാൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ തുടങ്ങുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയായിരുന്നു, പ്രവാചകർ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടുത്തെ ജീവിത ശൈലിയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, അല്ലാഹുവേ പവിത്രമായ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, പവിത്രമായ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ആ റമളാനിൽ സുകൃതങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആയിരുന്നു. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നിത്യമായി ചെയ്തിരുന്ന ഒരു അമലായിരുന്നു ഇത്. എപ്പോൾ റജബ് പ്രവേശിച്ചാലും നബി തങ്ങൾ ദുആ ചെയ്യും ഈ പ്രാർത്ഥന. നമ്മളും ഈ പ്രാർത്ഥന കാണാതെ പഠിക്കണം. എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ഉമ്മമാരും സഹോദര സഹോദരിമാരും സ്വന്തം ജീവിതത്തിലേക്ക് 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞും അതിന്റെ സുന്നത്തുകൾ കഴിഞ്ഞും എല്ലാ നന്മകൾക്ക് പിന്നിലായും ഈ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റജബിലും വേണം, ശഅബാനിലും വേണം. റജബിലും ഇങ്ങനെ ദുആ രക്കണം, ശഅബാനിലും ദുആ രക്കണം. എങ്ങനെ തന്നെ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റജബിലും അങ്ങനെ ദുആ ചെയ്യണം, ശഅബാനിലും അങ്ങനെ ദുആ രക്കണം. ചില ആളുകൾ ശഅബാൻ ആകുമ്പോ റജബ് എന്നുള്ള വാക്ക് ഒഴിവാക്കും. കാരണം ഇപ്പൊ ശഅബാനിലല്ലേ എന്ന് കരുതിട്ട് ഒഴിവാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതായില്ല.
ഞങ്ങൾ റജബിലും ഷഅബാനും അങ്ങനെ തന്നെയാണ് ദുആ ചെയ്യുന്നത്. എങ്ങനെ? ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാൻ. എന്തിനാ ഒഴിവാക്കുന്നത്? റജബ് കഴിഞ്ഞില്ലേ ഉസ്താദേ? റജബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബറക്കത്ത് സ്ഥിരപ്പെടുത്തുക, അതിന് പരിപൂർണമായി ദവാമുണ്ടാവുക, ദായിമാകുക എന്ന അർത്ഥമാണ്, മഅനയാണ് ഷഅബാനിലും നീ ആ ദുആ ചെയ്യുമ്പോൾ എന്ന് ഇമാമികൾ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഷഅബാനിൽ ഒരാൾ ദുആരക്കാണ് എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാൻ. റജബിലും ഷഅബാനിലും ബറക്കത്ത് ചൊരിയണേ എന്നാകുമ്പോൾ എന്താ അർത്ഥം? റജബിൽ നൽകിയ ബറക്കത്ത് ഞങ്ങൾക്ക് ഈ ഷഅബാനിലും നിലനിർത്തിത്ത അല്ലാഹ് എന്നാകും അർത്ഥം. നമ്മളായിട്ടൊന്നും കളയേണ്ട കാര്യമില്ല, ഒക്കെ ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒന്ന് അർത്ഥം അങ്ങനെ, രണ്ടാമത്തത് വാരിദായ ദുആകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വന്നത്, ഖുർആനിൽ വന്ന ദുആകൾ അങ്ങനെ തന്നെ ദുആ ചെയ്യുന്നതിലാണ് ബലം. അതിന് മാറ്റം വരുത്താൻ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. നമ്മളതിന് ആളല്ല, മനസ്സിലാക്കണം. ഖുർആനിൽ വന്ന ഒരു ദുആഇന് അല്ലെങ്കിൽ പരിശുദ്ധമായ ഹദീസിൽ വന്ന ഒരു ദുആ, അതിന് മാറ്റം വരുത്താൻ പാടില്ല. ആ വേർഡ് ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ അങ്ങനെ തന്നെ ദുആ ചെയ്യുന്നതിലാണ് ഫളീലത്ത്, ശ്രേഷ്ഠത. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും ഈ ദുആ വിട്ടുപോകാൻ പാടില്ല. അതാണ് ഇന്ന് ആദ്യമായി നിങ്ങൾക്ക് നൽകുന്ന പാഠം. പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് ദുആരക്കും, സുദീഖ് ഫൈസി ഉസ്താദിന്റെ നല്ല ദുആ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആമീൻ പറയും. അപ്പൊ എല്ലാവരും മനസ്സിലാക്കും അല്ലാഹ് റമദാൻ എത്തിയിട്ടുണ്ട്, ഇതാ പരിശുദ്ധമാക്കപ്പെട്ട റജബ്, അതിനുവേണ്ടി പ്രത്യേകമായി ഉണർത്തുപാട്ടായിട്ട് ഈ ദുആ കൊണ്ടുവന്നു. എന്നാൽ സ്ത്രീകൾ അറിയാതെ പോകും. അതുകൊണ്ടാണ് ഉണർത്തുന്നത്. നിങ്ങൾ നിങ്ങളുടെ 5 വഖത്ത് നമസ്കാരങ്ങളിലും എല്ലാ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ സുഹൃതങ്ങൾക്ക് പിന്നിലും ഒക്കെ ഈ ദുആ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റജബ് എന്ന പദം മുസ്തഖും മിൻ തർജീബ്, തർജീബ് എന്ന വാക്കിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. അതിന്റെ മൂലപദം അതാണ് എന്നാണ് ഇമാമികൾ രേഖപ്പെടുത്തുന്നത്. തർജീബ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് ബഹുമാനം, ആദരവ്, തഅലീം എന്ന മാനയാണ്. തഅലീം, ബഹുമാനം കൊടുക്കുക. ഈ മാസത്തിന് വളരെ പവിത്രതയുണ്ട്, അത് പ്രത്യേകമായി ഗൗനിക്കുക എന്നാണ് അർത്ഥം. ബഹുമാനിക്കുക, ബഹുമാനം കൊടുക്കുക എന്നർത്ഥം. അപ്പൊ ഈ മാസത്തെ നല്ലതുപോലെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അവന് ഗുണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റജബ് മാസം നോമ്പ് നോറ്റാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന് മനോഹരമാകുന്ന ഒരു കൊട്ടാരം സമ്മാനിക്കുന്നതാണ്. യുഖാലു ലഹു റജബ്. ആ മനോഹരമാകുന്ന കൊട്ടാരത്തിലേക്ക് റജബ് എന്ന് പറയുന്നതാകുന്ന കൊട്ടാരമാണ്. വാതിലിലൂടെ അവന് പ്രവേശിക്കുകയാണ്. മനോഹരമാകുന്ന ഒരു കൊട്ടാരം അല്ലാഹു നൽകും. റജബ് എന്ന പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റജബ്, റജബ് മാസം നോമ്പ് നോറ്റവന് കിട്ടുന്ന നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ആ മാസത്തെ ബഹുമാനിച്ച് ആദരിച്ച് നോമ്പ് പിടിച്ചാൽ മാത്രമല്ല, 4 മാസങ്ങൾ പവിത്രതയാണെന്ന് പറഞ്ഞു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീർ അൽ കബീറിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഒരൊറ്റ നോമ്പിന് 30 നോമ്പിന്റെ നേട്ടം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ നോമ്പ് നോറ്റാൽ 30 നോമ്പിന്റെ നേട്ടം കിട്ടുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു നോമ്പ് റജബ് മാസത്തിൽ ഇൻഷാ അല്ലാഹ് പിടിക്കൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ഒരു നോമ്പ് നോറ്റാൽ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എന്തായാലും റജബ് 27-ന്റെ അന്ന് നമ്മൾ എല്ലാവരും സുന്നത്ത് നോമ്പ് പിടിക്കും. കാരണം ഇസ്രാ മിഅ്റാജ് നടന്നതാകുന്ന ആ രാവിലെ ആദരവുകൾ നിലനിർത്തി നമ്മളത് അനുഷ്ഠിക്കും. ആ ദിവസം അത് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ബിദ്അത്തിന്റെ വാഹകർ അങ്ങനെ ഒരു നോമ്പില്ല എന്ന് പറഞ്ഞ് ഈ സമയമാകുമ്പോൾ ഉറഞ്ഞു തുള്ളാറുണ്ട്. 5-ാം നൂറ്റാണ്ടിന്റെ അനിഷേധ്യ നേതാവ് ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് ബിൻ അഹ്മദുൽ ഖസാലി റളിയല്ലാഹു അൻഹു വലിയ മഹോന്നതനായ വ്യക്തിത്വമാണ്. സൂഫീസ ചക്രവാള സീമയിൽ സൂര്യതേജസ്സായി പരിലസിച്ചിരുന്ന മഹാനുഭാവൻ. അവിടുത്തതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന വളരെ പവിത്രമായ ഗ്രന്ഥം ഇഹ്യാ ഉലൂമുദ്ദീൻ, കാദൽ ഇഹ്യാ വ യകൂന ഖുർആൻ
ഖുർആന, തത്വജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീൻ ഖുർആനിനോട് കിടപിടിക്കുമാർ അടുത്തിരിക്കുന്നു എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രയേറെ ഉലൂമുകളുള്ള വിജ്ഞാനങ്ങൾ നിറഞ്ഞതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെച്ചു. 27 റജബ് 27 ദിവസം സുന്നത്ത് നോമ്പ് ശ്രേഷ്ഠതയുള്ളതാണ്. സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. അള്ളാഹു നമുക്കത് അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കട്ടെ. റജബ് മുഴുവനും ശ്രേഷ്ഠതയാണ്. എന്നാൽ അതിൽ പ്രത്യേകമായി ശ്രേഷ്ഠതയായി പറയുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അത് ഇസ്റാ മിഅ്റാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ മഹത്വം കണക്കാക്കിയിട്ട് അത് നടന്നതാകുന്ന രാവ് 27-ാം രാവ് തലേന്നാണ് പിറ്റേ ദിവസം നോമ്പ് നിരീക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് അത് പിറ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഇമാമികൾ അതനുസരിച്ച് പ്രഖ്യാപിക്കും. ആ ദിവസത്തെയും നമ്മൾ ഗൗനിക്കണം. ഏതായിരുന്നാലും മാസത്തിൽ ഒരു നോമ്പ് ഇൻഷാ അല്ലാഹ് അത് ശ്രദ്ധിക്കണം. എന്നല്ല, മാസത്തിൽ ഒരു 3 നോമ്പ് പിടിച്ചാൽ വലിയ മഹത്വമാണ്. അതാണ് അയ്യാമുൽ ബീള്. എല്ലാ അറബി മാസവും 13, 14, 15 പറ്റുമെങ്കിൽ നമ്മൾ അതൊക്കെ അനുഷ്ഠിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എല്ലാ അറബി മാസവും ഉണ്ട്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അത് ഇല്ലാതെ വരുന്നത് ആകെ ഉള്ളത് ദുൽഹിജ്ജ മാസത്തിലാണ്. കാരണം അതിൽ നമുക്ക് അയ്യാമു തശ്രീഖിന്റെ ഒരു ദിവസം വരുന്നത് കൊണ്ട് ആ ദിവസം നമുക്ക് പാടില്ല. ബാക്കിയുള്ളതാകുന്ന മാസങ്ങളിലൊക്കെ തന്നെ 13, 14, 15 നിർബന്ധമായും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പഴയ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്, ഇന്നും ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ഉമ്മമാർ മുടങ്ങാതെ ചെയ്തു വരുന്ന വലിയ വലിയ ഉസ്താദുമാരുടെ ഭാര്യമാരും സാദാത്യങ്ങളുടെ ഭാര്യമാരും അവരൊന്നുമല്ലാത്തതാകുന്ന പഴയകാല വാദുകൾ കേട്ടുകൊണ്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് മുടങ്ങാതെ നിത്യജീവിതത്തിൽ വരുന്ന സാധാരണക്കാരായ ഉപ്പമാരും ഉമ്മമാരും ധാരാളമുണ്ട്. ധാരാളമുണ്ട്. എനിക്കറിയാവുന്ന ഒരു വ്യക്തി 40 കൊല്ലമായിട്ട് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കാൻ. എല്ലാ തിങ്കളും വ്യാഴവും. അങ്ങനത്തെ എത്ര ആളുകളുണ്ടാവും ഈ ഭൂമുഖത്ത്? എനിക്കൊരാളെ നേരിട്ട് പരിചയമുണ്ട്. അയാൾ 40 വർഷമായിട്ട് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പാണ്. എല്ലാ അറബി മാസവും 13, 14, 15 നോമ്പാണ്. എല്ലാ അറബി മാസവും അയ്യാമു സൂദ് എന്നറിയപ്പെടുന്നതാകുന്ന സുന്നത്ത് നോമ്പും അദ്ദേഹം പിടിക്കും. 27, 28, 29 എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു 10 ദിവസം ഏറ്റവും ചുരുങ്ങിയത് നോമ്പാന്നർത്ഥം. അതിലിനി മകളുടെ കല്യാണം വന്നാലും മകന്റേതാകുന്ന നിക്കാഹിന്റെ ഉറപ്പിന് വന്നാലും എത്ര വലിയ ആഘോഷ പൊലിമകൾ വന്നാലും അന്നത്തെ ദിവസം നോമ്പ് പിടിക്കാതിരിക്കൂല. നോമ്പ് അദ്ദേഹം പിടിച്ചിരിക്കും. അങ്ങനത്തെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം അവർക്ക് നോമ്പ് നിസ്സാരമായി തോന്നി. അതൊരു വലിയ പ്രശ്നമല്ല. നമുക്ക് നോമ്പ് വലിയ ഭാരമായിട്ടാണ് മനസ്സിലേക്ക് വരിക. ഈ ദുആ തന്നെ പള്ളിയിൽ കേൾക്കാൻ തുടങ്ങുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിന്ന് കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിന് ടെൻഷനാണ്. അടച്ചവനെ നോമ്പ് വരാൻ തുടങ്ങിയല്ലോ. അങ്ങനത്തെ ആളാണ് നമ്മളെങ്കിൽ നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതല്ല, മനസ്സിൽ സന്തോഷമാണ്. റമദാൻ വരികയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റഹ്മത്തിന്റെ പത്തുള്ളതായ, മഗ്ഫിറത്തിന്റെ പത്തുള്ളതായ, നരകീയ മോചനത്തിന്റെ പത്തുകളുള്ളതായ, സ്വർഗപ്രവേശനത്തിന് ഹേതുവാകുന്ന വിശുദ്ധമായ റമദാൻ സമാഗതമാകുകയാണല്ലോ. അല്ലാഹുവേ വബല്ലഗ്നാ റമദാൻ, ആ റമദാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അങ്ങനെ മനസ്സിരുത്തി ദുആ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ റമദാനിലേക്ക് ഇനി 2 മാസമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. റജബ് മാസത്തെ കുറിച്ച് ആരെങ്കിലും അറിയിച്ചാൽ, റമദാൻ 1 എന്ന് ആരെങ്കിലും അറിയിച്ചാൽ അവന് നരകീയ മോചനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പിൽ ചില ടെക്സ്റ്റുകൾ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതിന്റെ സമയമാണ്. തീർത്തും തെറ്റാണ്. അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല. ആരോ പടച്ചുണ്ടാക്കിയിട്ടുള്ള വസ്തുതകളാണ്. റമദാൻ 1 അറിയിച്ചാൽ അല്ലെങ്കിൽ റജബ് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അവന് ഇന്നത് കിട്ടും, ഇന്ന കൊട്ടാരം കിട്ടും, നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടും, ഒന്നുമില്ല. മറിച്ച് ഇതൊക്കെ അറിയിക്കുന്നത് എന്തിനാണ്? ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്, തയ്യാറാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. റജബ് എന്ന പദം തന്നെ പിടിക്കപ്പെട്ടത് തർജീബ് എന്നതിൽ നിന്നാണ്. അതിന്റെ ഒരർത്ഥമാണ് പറഞ്ഞത് തഅലീം, ബഹുമാനം, ആദരവ് ആ മാസത്തിന് കൊടുക്കുക എന്നർത്ഥം. മറ്റൊരു അർത്ഥം തർജീബ് എന്ന് പറഞ്ഞാൽ ആ മാസത്തിന് വേണ്ടി ഒരുങ്ങുക എന്നാണ് അർത്ഥം. ഒരുങ്ങുക. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൽമുണ്ടാകും, അല്ലെങ്കിൽ ഉൽമുണ്ടാകും. അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ശ്രദ്ധിച്ചാൽ ഇൽമുണ്ടാകും, അല്ലെങ്കിൽ എന്തുണ്ടാവും? ഉൽമുണ്ടാകും.
അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? തിരിയുന്ന ആളുകളൊന്ന് കൈയുയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേരുണ്ട്? മാഷാ അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ, എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. അപ്പൊ ഒരർത്ഥം തർജീബിന് എന്താണ്? തഅലീം, ബഹുമാന ആദരവുകൾ നൽകുക. മറ്റൊരു മഅനയാണ് ഒരുങ്ങി തയ്യാറാവുക എന്നൊരർത്ഥം കൂടിയുണ്ട്. എന്തിനു വേണ്ടി ഒരുങ്ങി തയ്യാറാകുക? റമളാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുക. അതിനുള്ള ഒരു വിളംബരമായിട്ടാണ് ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഒന്ന് ഒരുങ്ങാൻ, ഒന്ന് റെഡിയാകുക. റമളാനിന് വേണ്ടി ഒരുങ്ങുക. അത് നമ്മുടെ വീടും പരിസരം മാത്രമല്ല ഒരുക്കുക. ഈ സമയമാകുമ്പോൾ ചിലർ വീടുകളൊക്കെ പെയിന്റ് അടിച്ച് റെഡിയാക്കും. നല്ലതാണ്. റമളാനിന് വേണ്ടി ഒന്ന് ഒരുങ്ങുക. സമ്പത്തുള്ളവരൊക്കെ അതനുസരിച്ച് ചെയ്തോട്ടെ. നല്ല വീടും പരിസരവും ഒക്കെ വൃത്തിയായിക്കോട്ടെ. പരിസരങ്ങൾ വൃത്തിയാകട്ടെ, വീട് വൃത്തിയാകട്ടെ, നിസ്കാര മുറി ഒന്ന് റാഹത്താക്കട്ടെ, നിസ്കാര കുപ്പായൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കട്ടെ. ഇത് പഴയ 83 വാങ്ങിച്ച നിസ്കാര കുപ്പയാണ്. അതിങ്ങനെ നീലം മുക്കി അവസാനം നീലം തന്നെ അവരോട് പറയുകയാണ്, എന്നെ ഇനി മുക്കല്ലേ. ആ കോലത്തിലേക്ക് എത്തിയിരിക്കുക. അങ്ങനത്തെ ചില മുസല്ലയുണ്ട്, നിസ്കാര കുപ്പായം. നിസ്കാര മക്കനെയൊക്കെ ആ കോലത്തിലായിട്ടിരിക്കുകയാണ്, ചുരുണ്ടു കൂടിയിട്ട് ഇടങ്ങേറായിട്ടിരിക്കാൻ. നല്ല നിസ്കാര കുപ്പായം. നമ്മൾ പുറത്തു പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇസ്തിരിയിട്ട് നല്ല റാഹത്തായിട്ട് പോകും. നിസ്കരിക്കാൻ നിൽക്കുന്ന നിസ്കാര കുപ്പായം മക്കനെയൊക്കെ ചുരുണ്ടു കൂടിയിട്ട് ആകെ ഇടങ്ങേറായി. അതാ മുസല്ലയിലിട്ട് ചുരുട്ടി കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ. കാരണം എന്താ? അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കൊരു വൃത്തിയും വെടുപ്പും. റബ്ബിന്റെ മുന്നിൽ നിൽക്കല്ലേ, നല്ല വസ്ത്രം വേണ്ടേ? അപ്പൊ നല്ല വസ്ത്രം, അത് നല്ല ഇസ്തിരിയൊക്കെ ഇട്ട് വൃത്തിയായിട്ട് നിൽക്കുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കണം. ഞാനൊരു ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. ഞാൻ പേരും അദ്ദേഹത്തിന് വെളിപ്പെടുത്തുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ളുഹ നമസ്കരിക്കുന്ന സമയമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 റക്അത്ത് ളുഹ നമസ്കരിക്കണം. 9 മണി 9:30 സമയമാണ്. ദർസ് കഴിഞ്ഞ് അദ്ദേഹം വന്നു, വാഷ്റൂമിൽ പോയി വുളു എടുത്ത് വൃത്തിയായി അദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രം നല്ല ഒരു തുണിയും നല്ലൊരു ബനിയനുമാണ്. ബഹുമാനപ്പെട്ടവർ വേഗം തന്നെ നല്ലൊരു കമീസ് എടുത്തിട്ടു. എന്നിട്ട് തലയിലേക്ക് നല്ലതുപോലെ തലപ്പാവ് കെട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദ് എവിടെയെങ്കിലും പോവാണോ? യാത്ര പോവാണോ? കാരണം കുറച്ചു നേരം വർത്തമാനം പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി, മസലകളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത്. അപ്പൊ ഉസ്താദ് പറഞ്ഞില്ല, എവിടെയും പോകുന്നില്ല. എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, ഉസ്താദ് ഒരുങ്ങുന്നു. ഇല്ല, ഞാൻ 2 റക്അത്ത് ളുഹ നിസ്കരിക്കാൻ പോവാണ് എന്ന് ഉസ്താദ് പറയാം. നോക്കൂ നിങ്ങൾ, ളുഹ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സാധാരണയുള്ളതാകുന്ന ആ തുണിയും കുപ്പായൊക്കെ മാറ്റിവെച്ച്, കാരണം അത് ബാത്റൂമിൽ വാഷ്റൂമിലൊക്കെ പോയിട്ടുള്ളതല്ലേ. അത് നല്ല കുപ്പായാണ്, നല്ല വെള്ളയാണ്, അതിൽ ചെറിയ കളമുണ്ട്. അതുപോലെ നല്ലൊരു വെള്ള തുണിയിട്ടുണ്ട്, ഒരു ബനിയനുണ്ട്, ഒരു ചെറിയ ഷാളുമുണ്ട്, തൊപ്പിയും തലയിലുണ്ട്. മതി, നിസ്കരിക്കാൻ അത് മതി. ഔറത്ത് മറന്നിട്ടുണ്ട്. എല്ലാം വളരെ റാഹത്താണ്. സാധാരണ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള റൂമിലൊക്കെ അങ്ങനെ തന്നെയാണ് നിസ്കരിക്കാറുമുള്ളത്. പക്ഷെ ഉസ്താദ് അവர்கள் അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല തുണിയും കുപ്പായം നല്ല തേച്ച് വൃത്തിയാക്കി കുട്ടികൾ ഇസ്തിരി ഇട്ട് വെച്ചിരിക്കുന്നതായ കമീസ് എടുത്തിട്ട് തലയിൽ കെട്ടി വെച്ചിട്ട് നല്ല റാഹത്തായിട്ട് നിന്നിട്ട് 2 റക്അത്ത് ളുഹ നിസ്കരിക്കുക. എന്റെ മനസ്സിൽ വല്ലാതെ ഒരു ഹൃദയസ്മാർക്കായ ഒരു സംഭവം. കാരണം നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു വലിയ ഒരു പാഠമായി അത് മാറി. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നസീബാക്കട്ടെ. നമ്മളെങ്ങനെ നിസ്കരിക്കുക? നമ്മൾ ആ ബാത്റൂമിൽ ഇങ്ങോട്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്നൊരു സൈഡിലോട്ട് മുസല്ല എങ്ങോട്ടെങ്കിലും വിരിച്ചിട്ട് ആ മുസല്ലയുടെ കളറും കോലും ഒക്കെ അള്ളാ. പണ്ട് 83 ഉംറയ്ക്ക് പോയപ്പോ കൊണ്ടുവന്നതാകുന്ന 10 റിയാലിന്റെ ഒരു മുസല്ലയാണ്. ഇന്ന് 10 റിയാൽ, അന്ന് 1 റിയാലായിരിക്കും. ആ സാധനം ഇട്ടുവിട്ട് ഇപ്പോഴും അത് തന്നെ. അതൊന്ന് കഴുകിയിട്ട് പോലും ഇല്ല. സുജൂദിലേക്ക് പോകുമ്പോൾ മണം ഉണ്ടാകാൻ വേണ്ടി നല്ല അത്ര അടിച്ചു വെച്ചിരിക്കുക, മൈക്കിലടിച്ചു വെച്ചിരിക്കുന്നവർ അത്ര അടിച്ച് നല്ല റാഹത്തായിട്ട് വെച്ചിരിക്കുക. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ചിരിക്കുന്നു, മൈക്ക് മുഴുവൻ അവൻ അത്ര അടിച്ചു വെച്ചിരിക്കുക. എന്തിനാന്ന് പറഞ്ഞാൽ നാറ്റം അടിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇതിനകത്തെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് പൂത്തേക്കാണ്. ഞാൻ ഓർത്ത് ഇതിനും മാത്രം നല്ല വായിക്കകത്ത് സുഗന്ധം പുരട്ടി വന്നു അത് പറഞ്ഞത്. പിന്നെ മനസ്സിലായത് മൈക്കാറുടെ ബുദ്ധിയാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നന്നായി, നല്ലതാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇതേപോലെ മുസല്ലയ്ക്കകത്ത് എന്ത് ചെയ്യാ, ഒരുപാട് അത്ര ചിലരൊക്കെ മുസല്ല അങ്ങനെയാണ്, സുജൂദിലോട്ട് പോയാൽ പിന്നെ എഴുന്നേക്കൂല. അള്ളാഹ് അവിടെ കിടക്കും. കാരണം അത്ര ജന്നാത്തുൽ ഫിർദൗസ് മുഴുവൻ മയ്യത്തിനടിക്കുന്ന സാധനം മുഴുവൻ അവിടെ കൊണ്ട് വാരി വിതറിയിരിക്കുക. അങ്ങനത്തെ മുസല്ലകളുണ്ട്.
അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ, കാരണം വൃത്തിയില്ല, ഇതൊന്നും കഴുകിയിട്ടില്ല. കഴുകാതെ കുറെ അത്ര തൂത്തിട്ട് എന്താ കാര്യം? അത്ര തൂക്കുന്നതിൽ തെറ്റല്ല, അതല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ഇത് വൃത്തി വേണ്ടേ, വൃത്തിയും വെടുപ്പും വേണ്ടേ. നല്ല വൃത്തിയോടുകൂടി നിന്ന് ഒരല്പം അത്ര ശരീരത്തിൽ പുരട്ടി നല്ല റാഹത്തായിട്ട് നിന്ന് അങ്ങനെ ഒന്ന് നിസ്കരിച്ചു നോക്കിയാൽ നല്ല റാഹത്തായിട്ട്. നമ്മൾ പുതിയ കുപ്പായും തുണി ഇട്ടുകൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? കല്യാണത്തിനും മറ്റുള്ള സൽക്കാരത്തിനും പോവാൻ. നല്ല വസ്ത്രം ഇട്ടിട്ട് 2 റക്അത്ത് ആ വസ്ത്രത്തോടു കൂടി കിബിലക്കവിയുമായി നിസ്കരിച്ച ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അള്ളാഹു നമ്മളെ സാദീങ്ങൾ ചേർക്കട്ടെ. ഒരു പുതിയ പർദ ഇട്ടു, അതിനോടൊപ്പം തന്നെ ഔറത്തൊക്കെ മറച്ച് വൃത്തിയായിട്ട് ആദ്യം ഇട്ട ആ പർദ കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? തുണിയും കുപ്പായും പുതിയത് വാങ്ങി ആദ്യമായിട്ട് അതിട്ടുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. നമ്മൾ സൽക്കാരങ്ങൾക്കും മറ്റുമൊക്കെയാണ് ആ വസ്ത്രത്തെ ഉപയോഗിക്കുക. അപ്പൊ വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയായി റമദാനിന് വേണ്ടി ഒന്ന് ഒരുങ്ങി തയ്യാറാകുക. അതോടൊപ്പം തന്നെ അതുവരെയുള്ള എല്ലാ അശ്ലീലതകളും ഒഴിവാക്കുക. പണ്ട് കാലത്ത് TV ഒക്കെ എങ്ങനെ ഒന്ന് മറച്ചു വെക്കും, ഒരു തുണിയിട്ട് മൂടും അല്ലേ? ഇന്നിപ്പോ അത് മൂടിയിട്ട് ഇപ്പുറത്തോട്ട് മാറിയിരുന്നിട്ട് മൊബൈൽ ഫോണിലായിട്ട് മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. ഇന്നിപ്പോ അങ്ങനെയാണ്. എല്ലാ തിന്മകളിൽ നിന്നും ഒഴിവാകുകയാണ് അതൊക്കെ. ആ മറക്കലോടുകൂടി അവന്റെ മനസ്സും അത്തരത്തിൽ തന്നെ പാകപ്പെടുത്തുകയാണ്. ഇന്നിപ്പോ മൊബൈൽ വന്നതോടുകൂടി ടാബും ഇന്റർനെറ്റ് സൗകര്യങ്ങളും വന്നതോടുകൂടി അശ്ലീലതകൾ മൊബൈലിനകത്തേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊക്കെ പരിപൂർണമായി ഒഴിവാക്കുക. അതാണ് ഒഴിവാക്കുക, ഇതിൽ നിന്ന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞത്. ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതിൽ പെട്ടതല്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവധാനതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഒരുങ്ങി തയ്യാറായി ചെയ്യുക. അതിൽ വലിയ ഖൈറാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്തഅജീലു മിനശ് ശൈത്താൻ, ധൃതി പിശാചിൽപ്പെട്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെട്ടെന്ന് എടുത്തുകാടുകയല്ല വേണ്ടത്. ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വളരെ സാവധാനത്തിലായിരിക്കണം. എന്നാൽ വളരെ ക്രിയാത്മകമാകണം, വൃത്തിയാകണം. അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് റജബ്, ശഅബാൻ 2 മാസങ്ങൾ റമദാന് മുമ്പ് തന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കറുൽ വറാഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റജബ് മാസം എന്ന് പറയുന്നത് റജബുൻ ലിസ്സറഇ ശഹ്റുൻ ലിസ്സറ, വിത്ത് ഇറക്കാനുള്ളതാകുന്ന കൃഷിയുടെ മാസമാണ്. വശഅബാനുൻ ലിസഖിസ്സറ, ആ കൃഷിയെ നനയ്ക്കാനുള്ള മാസമാണ് പവിത്രമായ ശഅബാൻ. വറമദാനുൻ ലിഹസാദിസ്സറ, പവിത്രമാക്കപ്പെട്ടതാകുന്ന റജബിൽ നീ ഇറക്കിയതാകുന്ന കൃഷിക്ക് വെള്ളം നനച്ചു കൊടുത്തുകൊണ്ട് ശഅബാനിനെ നീ അമലുകൾ കൊണ്ട് മുഖരിതമാക്കി പവിത്രമായ റമദാൻ കടന്നു വരുമ്പോ ആ റമദാനിൽ നീ ചെയ്തതാകുന്ന എല്ലാ നന്മകളെയും കൊയ്തെടുക്കാനുള്ള മാസമാണ്. വറമദാനുൻ ലിഹസാദിസ്സറഇ, നീ റജബിൽ ഇറക്കിയതാകുന്ന വിത്തുകൾക്ക് നനച്ച് ശഅബാനിലൂടെ നനച്ച് ആ മനോഹരമാകുന്ന വിത്ത് പന്തലിച്ച് അതിന്റെ ഫലങ്ങളെ കൊയ്തെടുക്കാനുള്ളതാകുന്ന മാസമാണ് പവിത്രമാക്കപ്പെട്ടതായ റമദാൻ. റമദാൻ എത്തുമ്പോഴത്തേക്കും എല്ലാത്തിനും ഒരു ഊടുംപാവും എത്തിച്ചേരണം. അതാണ് ഒരുങ്ങുക എന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, വീടും പരിസരവും ഒക്കെ റെഡിയാക്കണം. മക്കൾക്കൊക്കെ നല്ല റമദാന് വേണ്ടി നല്ലൊരു തുണിയും കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം. നല്ലൊരു വെള്ളം വാങ്ങിച്ചു കൊടുക്കണം. ഒരുപാട് കളർ വസ്ത്രം ഉണ്ടല്ലോ, ഒക്കെ മാറ്റിയിട്ട് നല്ലൊരു വെള്ളം അവനിടട്ടെ. തറാവീഹ് നിസ്കരിക്കാൻ ഈ വെള്ളം ഇട്ടുകൊണ്ട് വേണം മോൻ പോകാൻ. നല്ല വെള്ള മക്കനെയും വെള്ള നിസ്കാര കുപ്പായി റമദാൻ വരുമ്പോൾ ഒരെണ്ണം സ്പെഷ്യൽ വാങ്ങ്, നല്ല റാഹത്താകട്ടെ. ഉംറയ്ക്ക് പോയപ്പോഴത്തേക്കും റൗളയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാകുന്ന ആ നിസ്കാര കുപ്പായം അത് പ്രത്യേകമായി മാറ്റി വെച്ചിട്ട് റമദാനിന് വേണ്ടി ഇബാദത്തിന് വേണ്ടി അതൊന്ന് ഉപയോഗിക്കുക. അതിലൊക്കെ ഒരു ഖൈറുണ്ടാവും. റൗളയിൽ പോയപ്പോ റൗള സന്ദർശന വേളയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാര വെച്ചുകൊണ്ട് ധരിച്ച് പവിത്രമാക്കപ്പെട്ടതാകുന്ന സ്വർഗമെന്നറിയപ്പെടുന്ന ഭൂമിയിൽ വെച്ച് നിസ്കരിച്ചതാകുന്ന ആ നിസ്കാര കുപ്പായത്തിൽ റമദാനിന്റെ തറാവീഹ് നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി അത് വേറെ തന്നെയാണ്. ഒരു വലിയ സന്തോഷമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നല്ല വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ മനസ്സിന്റെ ഹമ്മും ഹൊമ്മും ഒക്കെ മാറും, മനക്ലേശമൊക്കെ മാറും. മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ മനസ്സിനെപ്പോഴും ടെൻഷനാണ്. ഇത് പറഞ്ഞത് ആരാ? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നല്ല സുഗന്ധം തേക്കണം, നല്ല വസ്ത്രം ധരിക്കണം, മുസല്ലയും നിസ്കാര സ്ഥലവും ഒക്കെ നല്ല വൃത്തിയാവണം. അപ്പൊ നിസ്കരിക്കുന്ന മനുഷ്യന്റെ മനസ്സും ക്ലിയർ ആകും.
നല്ല റാഹത്തായി നിസ്കരിക്കാൻ തോന്നും. അപ്പോഴാണ് നിസ്കാരം കറക്റ്റ് ആകുക. അപ്പൊ റമദാനോടുകൂടി ആ നന്മകളൊക്കെ എല്ലാം കൊയ്തെടുക്കാൻ സാധിക്കാൻ അതിന് പറ്റുന്ന നിലയ്ക്ക് നീ പാകപ്പെടുത്താനാണ് തർജീബ്. തർജീബ് എന്ന് പറഞ്ഞാൽ റജബ് എന്ന വാക്ക് പിടിക്കപ്പെട്ടത് തർജീബ് എന്ന മൂലപദത്തിൽ നിന്നാണ്. ഒരുങ്ങി തയ്യാറാവുക എന്നുകൂടി അതിനർത്ഥമുണ്ട്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റമദാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. അല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം ثم استوى على العرش. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തിനാ അല്ലാഹു 6 ദിവസം എടുത്തത്? മനസ്സിലാക്കണം. അല്ലാഹു ആരാ? ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം നടക്കണമെന്ന് അവൻ ചിന്തിച്ചാൽ സെക്കൻഡ് കുന്നെന്ന ഒരു വാക്ക് പോലും പറയേണ്ടതില്ല. അതിനു മുമ്പ് അത് ഉണ്ടാവുകയാണ്. അത് പരിപൂർണമായി ഉണ്ടാവുകയാണ്. കുന്നെന്ന് പറയുന്ന ഒരു സ്വിച്ച് മാത്രം മതി പടച്ച റബ്ബിന് ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം 6 ദിവസങ്ങൾ കൊണ്ടാണ് അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. എന്തിനാണ്? ഒരുങ്ങി തയ്യാറാവലാണ് ആണ് പറഞ്ഞു. ഒരുങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു വീട് വെക്കുന്നതിനൊക്കെ അല്ലാഹു പഠിപ്പിച്ചു തരാം. ഒരു വീട് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു വീടും 1 വർഷം എടുത്ത് വൃത്തിയായിട്ട് വെള്ളം നനച്ച് വേണ്ടുന്ന രീതിക്ക് അതിന്റെ കട്ടയ്ക്കും ഇഷ്ടിക്കും ഒക്കെ വെള്ളം നനച്ച് വാർപ്പിനും ഒക്കെ കറക്റ്റ് ആയിട്ട് സമയമെടുത്തുകൊണ്ട് പണിയുന്ന ഒരു പെരയും വ്യത്യാസം ഉണ്ടാവും. മറ്റേത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് വിള്ളലുണ്ടാവും. ചിലപ്പോൾ എല്ലാം കൂടി പൊളിഞ്ഞ് താഴോട്ട് പോകാനും മതി. ആകാശഭൂമികളെ അല്ലാഹു ഒരു സെക്കൻഡ് കൊണ്ട് സൃഷ്ടിക്കാൻ കഴിവുള്ളതാകുന്ന നാഥൻ ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എടാ, റമദാൻ വരുന്നു. ആ റമദാനിനെ നീ എടുത്തു ചാടി അങ്ങോട്ട് കടക്കരുത്. അതിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒന്ന് ഒരുങ്ങി തയ്യാറാവണം. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് റജബ് ശഅബാൻ 2 മാസങ്ങൾ നിനക്ക് നൽകിയിരിക്കാൻ. റമദാനിനെ വരവേൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മനസ്സിലാക്കി തരാനാണ് 6 ദിവസങ്ങൾ കൊണ്ട് അല്ലാഹു ആകാശഭൂമികളെ പടച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോന്ന് നോക്കിയാൽ ഖുർആനിൽ പരിശോധിച്ചാൽ ധാരാളമുണ്ട്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ റമദാനിനെ ശരിക്ക് വരവേൽക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരുങ്ങി തയ്യാറാവണം. അപ്പൊ വീടും പരിസരവും വസ്ത്രവും എല്ലാ കാര്യങ്ങളും ശരിയാക്കി എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നീ ഒഴിവായി നിൽക്കണം. അതാണ് മെയിൻ, ഏറ്റവും മർമ്മപ്രധാനം. അതാണ് റജബ് മാസം വന്നാൽ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കുമുള്ള തെറ്റും നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. ചിന്തിക്കുക പോലും അരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. അല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം ثم استوى على العرش. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തിനാ അല്ലാഹു 6 ദിവസം എടുത്തത്? മനസ്സിലാക്കണം. അല്ലാഹു ആരാ? ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം നടക്കണമെന്ന് അവൻ ചിന്തിച്ചാൽ സെക്കൻഡ് കുന്നെന്ന ഒരു വാക്ക് പോലും പറയേണ്ടതില്ല. അതിനു മുമ്പ് അത് ഉണ്ടാവുകയാണ്. അത് പരിപൂർണമായി ഉണ്ടാവുകയാണ്.
കുന്നെന്ന് പറയുന്ന ഒരു സ്വിച്ച് മാത്രം മതി പടച്ചറബിന് ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം 6 ദിവസങ്ങൾ കൊണ്ടാണ് അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. എന്തിനാണ് ഒരുങ്ങി തയ്യാറാവലാണ് ആണ് പറഞ്ഞു. ഒരുങ്ങണം അതിനു വേണ്ടിയിട്ടാണ്. നമ്മളൊരു വീട് വെക്കുന്നതിനൊക്കെ അല്ലാഹു പഠിപ്പിച്ചു തരാം. ഒരു വീട് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു വീടും 1 വർഷം എടുത്ത് വൃത്തിയായിട്ട് വെള്ളം നനച്ച് വേണ്ടുന്ന രീതിക്ക് അതിന്റെ കട്ടയ്ക്കും ഇഷ്ടിക്കും ഒക്കെ വെള്ളം നനച്ച് വാർപ്പിനും ഒക്കെ കറക്റ്റ് ആയിട്ട് സമയമെടുത്തുകൊണ്ട് പണിയുന്ന ഒരു പെരയും വ്യത്യാസം ഉണ്ടാവും. മറ്റേത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് വിള്ളലുണ്ടാവും, ചിലപ്പോൾ എല്ലാം കൂടി പൊളിഞ്ഞ് താഴോട്ട് പോകാനും മതി. ആകാശഭൂമികളെ അല്ലാഹു 1 സെക്കൻഡ് കൊണ്ട് സൃഷ്ടിക്കാൻ കഴിവുള്ളതാകുന്ന നാഥൻ ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എടാ റമദാൻ വരുന്നു, ആ റമദാനിന് നീ എടുത്തു ചാടി അങ്ങോട്ട് കടക്കരുത്. അതിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒന്ന് ഒരുങ്ങി തയ്യാറാവണം. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് റജബ് ശഅബാൻ 2 മാസങ്ങൾ നിനക്ക് നൽകിയിരിക്കാൻ. റമദാനിനെ വരവേൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മനസ്സിലാക്കി തരാനാണ് 6 ദിവസങ്ങൾ കൊണ്ട് അല്ലാഹു ആകാശഭൂമികളെ പടച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്താൻ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോന്ന് നോക്കിയാൽ ഖുർആനിൽ പരിശോധിച്ചാൽ ധാരാളമുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ റമളാനിനെ ശരിക്ക് വരവേൽക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരുങ്ങി തയ്യാറാവണം. അപ്പൊ വീടും പരിസരവും വസ്ത്രവും എല്ലാ കാര്യങ്ങളും ശരിയാക്കി എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നീ ഒഴിവായി നിൽക്കണം. അതാണ് മെയിൻ, ഏറ്റവും മർമ്മപ്രധാനം അതാണ്. റജബ് മാസം വന്നാൽ ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കുമുള്ള തെറ്റും നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. ചിന്തിക്കുക പോലും അരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.